വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് വന്ന ആൾക്കാരെല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവരുടെ ഷെഫ് യൂണിഫോമിലാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. കുറച്ച് ഒരാൾ മാത്രം ഷെഫ് യൂണിഫോമിലല്ലാന്നേ ഉള്ളൂ. ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ടാണല്ലോ ട്രെയിനിങ് ഇതെല്ലാം കഴിഞ്ഞിട്ട്. സമീർ, ഷിജു, ഗോപിക ആൻഡ് സത്യൻ ഇവരെല്ലാവരും തന്നെ ഇവിടെ പാലിയം ഇന്ത്യയുടെ കെയർ കിട്ടിയ ആൾക്കാരാണ്. കെയർ കിട്ടുക എന്ന് പറയുമ്പോൾ പാലിയം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബ്ലാങ്കറ്റ് പോലെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ്. ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു കവറിങ് ആണത്. അവർക്കൊരു എക്സ്ട്രാ കെയർ കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരു സമയം തിരിച്ചടികൾ കിട്ടിയ ആൾക്കാരാണ്. അതിനുശേഷം അവർക്ക് അരയ്ക്ക് താഴോട്ടാണ് അവർക്ക് തളർച്ചയുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു സമീർ ഏത് പ്രായത്തിലാണ്? 22 വയസ്സിൽ ആക്സിഡൻറ്റ് പറ്റി. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ബൈക്ക് ആക്സിഡൻ്റ് ആണോ? ഓക്കെ, ബൈക്ക് ആക്സിഡൻറ്റ് വന്നിട്ടാണ് ഹാഫ് ഇത് പാരലൈസ്ഡ് ആയി. ഓക്കെ. ആൻഡ് ഷിജു മുഴ വന്നതാണ് അല്ലേ? നട്ടലിലൊരു മുഴ വന്നിട്ടാണ് ഷിജുവിന് ഒരു അരയ്ക്ക് താഴോട്ട് തളർച്ച വന്നത്. ആൻഡ് ഗോപികയ്ക്ക് എന്ത് സംഭവിച്ചു? ബാക്ക് പെയിൻ വന്നിട്ട് വന്നതാണ് അല്ലേ? ഗോപിക കല്യാണം കഴിച്ചത് ഏത് പ്രായത്തിലാണപ്പോൾ? 17 കല്യാണം കഴിഞ്ഞ് അന്ന് കുഞ്ഞായിട്ടുണ്ടായിരുന്നു ഈ സംഭവം നടക്കും. കുഞ്ഞിന് 1.25 വയസ്സുള്ളപ്പോൾ ബാക്ക് പെയിൻ വന്നിട്ടാണ് ഇങ്ങനെ ഒരു തളർച്ച വന്നിട്ട് ഇപ്പോൾ സത്യത്തിൽ നടക്കാൻ പറ്റില്ല. അവർക്ക് എല്ലാവരും തന്നെ വീൽ ചെയർ ബൗണ്ടാണ്. പക്ഷേ അവർ സ്വന്തമായിട്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രാപ്തരായി കഴിഞ്ഞു. ഇനി സത്യൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സത്യൻ എത്ര നാളായി? 20 വയസ്സിൽ അസുഖമായിട്ട് ചുമട് വെച്ച് വീണു അല്ലേ? ചുമടോടുകൂടി വീണു. അങ്ങനെ സംഭവിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ അവരൊരിക്കലും പ്രതീക്ഷിക്കുന്ന സമയത്തും അല്ല, അല്ലെങ്കിൽ അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു താഴ്ച. നമ്മളിൽ ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാവുന്ന ഒരു പ്രതിഭാസമാണ്. കാര്യം ആർക്കും എപ്പോഴും സംഭവിക്കാം. ഒരു ആക്സിഡൻറ്റ് മതിയല്ലോ അങ്ങനെ വരാനായിട്ട്. അപ്പോൾ പക്ഷേ ജീവിതം അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി ഇവർക്ക് എത്രയോ വർഷം മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ അവരത് വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പാലിയം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു മാനസിക അവസ്ഥയിലേക്ക് അവരെത്തുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് അതിനുള്ള ഒരു എല്ലാ രീതിയിലുള്ള ട്രെയിനിങ് അല്ലേ? സൈക്കോളജിക്കൽ, സോഷ്യൽ ആയിട്ടുള്ള മാറ്റങ്ങൾ, എവറിത്തിങ് അല്ലേ? സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവല് ഇവിടെ വന്നതിന് ശേഷം കൂടി കിട്ടി അല്ലേ? പണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നോ ഈ കാര്യങ്ങളൊക്കെ? ഇല്ല. ഇവിടെ വരുന്നതിന് മുമ്പ് ഇല്ല. ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഫീലിംഗ് വന്നത്. അതിന് നിങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ഇതിലിപ്പോൾ ഇവരുടെ എല്ലാം സത്യൻ്റെ അമ്മ ഉണ്ട്, ഗോപികയുടെ അമ്മൂമ്മ, ഗോപികയുടെ ഹസ്ബൻഡ്, ഇത്രയും ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരും ഇവിടെ താമസിച്ച് തന്നെയാണ് ഇവരോടൊപ്പം ട്രെയിൻഡ് ആകുകയാണ്. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിന് മാത്രമല്ല, പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ ബോധവൽക്കരിക്കുന്നൊരു പ്രക്രിയ കൊണ്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കും ഹാപ്പിയല്ലേ ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യത്തിൽ? മാറ്റങ്ങളില്ലേ? നിങ്ങൾക്കും മനസ്സിലായില്ലേ? ഇങ്ങനെ വീൽ ചെയറിലിരുന്നാണെങ്കിൽ അല്ലെങ്കിൽ കടന്നു പോകുന്ന ഒരു പേഷ്യൻ്റ് അല്ല, അവർക്ക് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഗോപിയുടെ ഹസ്ബൻഡാണ് അതിന് ഏറ്റവും കൂടുതൽ പറയേണ്ട ആൾ. ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ അല്ലേ ഭാര്യയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ലേ? ഒരു വീൽ ചെയറിലാണെന്ന് പറഞ്ഞിട്ടൊരു പേഷ്യൻ്റായിട്ട് നമുക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. മിടിക്കുകയില്ലേ? അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഷെഫ് ട്രെയിനിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ കേറ്ററിംഗ് ഡിപ്ലോമ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്? കോളം IHM അധ്യാപകർ ഇവിടെ വന്നിട്ടാണ് ഇവരെ പഠിപ്പിച്ചത്. അപ്പോൾ എല്ലാവരും പഠിക്കുന്ന പോലെയുള്ള എല്ലാ പ്രൊസീജിയറും അവരും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കിപ്പോൾ എല്ലാ ഐറ്റം ഉണ്ടാക്കാൻ അറിയാമോ? ബിരിയാണി ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം, പിന്നെ സ്നാക്സ് ഉണ്ടാക്കും, അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്യും. നിങ്ങളുടെ സ്വപ്നം എന്താണ് ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്? ഒരു കട, റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നാണ്. വീൽ ചെയർ ഫ്രണ്ട്ലി റെസ്റ്റോറൻറ്റ്. ആ സ്വപ്നം എന്തായാലും സഫലമാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രേക്ഷകരുണ്ട്. ഇത്തരം ഒരു ഡിസഡ്വാൻറ്റേജിൽ വന്ന ആൾക്കാർ, അവരുടെ ഒരു സ്വപ്നമാണ് ഇത്തരം ഒരു റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ എല്ലാം ഭയങ്കരമായിട്ട് എല്ലാ എക്യുപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ 2 കാലും കൈക്കും ഒന്നും കുഴപ്പമില്ലാതെ ഓടി നടക്കുന്ന ആളുകളുടെ ഒരുപാട് എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് സാമ്പത്തികമായിട്ടും ഫിസിക്കലി ആൻഡ് മെൻ്റലി വളരെയധികം പ്രാപ്തരായിട്ടുള്ള ആൾക്കാർ, ചെറുതു മുതൽ വലിയ റെസ്റ്റോറൻറ്റ്സ് വരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഭയങ്കര പാചകക്കാരായി മാറിയ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൽ ഇത്തരം ഡിസഡ്വാൻറ്റേജ് വന്നവർ അല്ലെങ്കിൽ തിരിച്ചടികൾ കിട്ടിയിട്ട് അതിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് സമൂഹത്തിൻ്റെ മുകളിലേക്ക് ഉയർന്ന് പറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവരെല്ലാം ചെറുപ്പക്കാരാണ്, വളരെ യങ്സ്റ്റേഴ്സാണ്. നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് തുടങ്ങുന്നതിന്? ഒന്ന്, ഫണ്ട്സാണോ? സാമ്പത്തികമാണോ? പിന്നെ 2,
സപ്പോർട്ട് സിസ്റ്റം. ഹോസ്പിറ്റലിന് പരിമിതികളുണ്ട്. ഇവർക്ക് പാലിയം ഇന്ത്യക്ക് ഇത്തരം ട്രെയിനിങ് കൊടുക്കാനല്ലേ സാധിക്കുള്ളൂ. ബാക്കി അതിൻ്റെ പിന്നാലെ പോയി ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച് കൊടുക്കലോ സ്ഥലം കണ്ടുപിടിച്ച് കൊടുക്കലോ സപ്പോർട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് പുറത്തുനിന്നുള്ള സഹായം വേണം. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണം. അപ്പോൾ ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ മുന്നോട്ട് വരട്ടെ. എന്തായാലും ഇവർ ഇത്രയും പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത് ഒരു വലിയ സംഭവമാണ്. അപ്പോൾ ഇവർ നന്നായിട്ട് പാചകമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് വേണ്ടിയിട്ട് അവരെല്ലാ ദിവസവും അവർ തന്നെയാണ് സ്വന്തമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, ലഞ്ച് ഉണ്ടാക്കുന്നത്, ഡിന്നർ ഉണ്ടാക്കുന്നത്. എല്ലാവരും സ്വന്തമായിട്ട് വസ്ത്രം അലക്കും അല്ലേ. നിങ്ങൾക്ക് ആരുടെ സഹായവും വേണ്ടല്ലോ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ. എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പാചകം നിങ്ങൾ ഉച്ചയ്ക്കും രാവിലെയൊക്കെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഇന്ന് കഴിച്ചേ? ദോശ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അപ്പോൾ ഇന്ന് അവർ കുറച്ച് സ്നാക്സാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പരിപ്പ് വട, പഴംപൊരി, മുട്ട ബജി, എഗ് ബജി, ഇത്രയും കാര്യങ്ങൾ പ്ലാനിലുണ്ട്. അത് നമുക്ക് കാണാം അവരെങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇവർക്ക് വേണ്ട യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ടേബിൾ ടോപ്പിൻ്റെ ഹൈറ്റ്, ഇപ്പോൾ ഞാൻ നിന്ന് കുക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് പാചകം ചെയ്യണമെങ്കിൽ ഇതാണ് നമ്മുടെ ഹൈറ്റ്. ഈ അളവിൽ നിൽക്കുന്നതായിരിക്കും നല്ല. പണ്ടത്തെ ആൾക്കാർ തറയിലിരുന്ന് ചെയ്യുമ്പോൾ തറയിൽ അടുപ്പ് കൂട്ടി ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഇവർക്കിപ്പോൾ വീൽ ചെയറിൻ്റെ ഹൈറ്റിലുള്ള ടേബിളാണ് വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേബിളിൻ്റെ ഹൈറ്റ് കണ്ടല്ലോ, ഗ്യാസ് ഈ ലെവലിലാണ് വെക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ടോയ്ലറ്റിനകത്താണെങ്കിലും കണ്ണാടി അവരുടെ ഷേവ് ചെയ്യണം എന്നുണ്ടെങ്കിലും മുഖം നോക്കണം എന്നുണ്ടെങ്കിലൊക്കെ കണ്ണാടിയുടെ ലെവൽ താഴെയായിരിക്കും. ബെഡിൻ്റെ ഹൈറ്റ് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. എല്ലാം ഈ വീൽ ചെയറിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിതെല്ലാം വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വീൽ ചെയർ ബൗണ്ട് പേഷ്യൻസ് ഉള്ള വീടുകളിലും ഇത്തരം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, അവർക്ക് ട്രെയിനിങ്ങും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ് ലെവൽ കൂടും. പിന്നെ പൊതുനിരത്തിലും ഇത്തരം സഹായവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അവർക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കുമ്പോൾ. നിങ്ങൾ പുറത്തിറങ്ങി കറങ്ങാനൊക്കെ പോകാറില്ലേ? ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് എവിടെയൊക്കെയാണ് പോകുന്നത്? ബീച്ചിൽ പോകാറുണ്ട് അല്ലേ, പൊന്മുടി പോകും, സിനിമയ്ക്ക് പോകും. സിനിമയ്ക്ക് പോയി തുടങ്ങിയോ? ഇല്ല, പോയി തുടങ്ങിയില്ല. ഇനി അതും പോകണം. പക്ഷേ തിയേറ്ററിനകത്ത് അത്ര സൗകര്യങ്ങളില്ല അല്ലേ, കയറി പോകാനും ഇരിക്കാനുമുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ ഇനി ഇവിടുത്തെ പബ്ലിക് പ്ലേസസ് ആയ തിയേറ്റേഴ്സ്, അവിടെയുമൊക്കെ ഹാൻഡിക്യാപ്ഡ് പീപ്പിളിന് അല്ലെങ്കിൽ വീൽ ചെയർ വരുന്ന ആൾക്കാർക്ക് കുറച്ച് റിസർവേഷൻസ് ആവശ്യമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നമുക്കിനി ഇവരുടെ കുക്കിംഗ് വിശേഷങ്ങളൊന്ന് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അല്ലേ? തുടങ്ങാം. ഗോപികയും സമീറും ഷിജു അല്ലേ, ഇവർ 3 പേരും കുക്കിംഗ് എക്സ്പേർട്സ്. അവരവരുടെ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഗോപിയോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇത് ഷെയർ ചെയ്തത്, ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന്. ഗോപിയോ പറഞ്ഞേ എന്തൊക്കെയാണ്? മുട്ട ഗോപിക പുഴുങ്ങി വെച്ചു, തൊലിച്ചൊക്കെ വെച്ചു. ഓക്കെ, തോടെടുത്തു. ബജിക്കുള്ള മാവ് ആര് കലക്കി? ഗോപിക തന്നെയാണോ? ഇതിൻ്റെ പ്രൊപ്പോർഷനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? കടലമാവ്, കായം, മുളക് പൊടി, വെള്ളം, അത്രേ ഉള്ളൂ. കായം, മുളക് പൊടി, ഉപ്പ്, കടലമാവ്, വെള്ളം, നല്ല തിക്കായിട്ട് കുറുകിയ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ സമീർ എന്ത് ചെയ്തു? പഴംപൊരിയുടെ മാവ് മിക്സ് ചെയ്തു, പഴം കുറച്ച് വെച്ചു. നല്ല കറക്റ്റ്, നല്ല ഷേപ്പിൽ ഈവനായിട്ടാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത്. എക്സ്പേർട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ പഴംപൊരിയുടെ ബാറ്ററിൽ എന്തൊക്കെയുണ്ട്? മൈദയാണോ? മൈദ, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ഉപ്പ്. പഞ്ചസാര മാത്രമേ ഉള്ളൂ, ഉപ്പില്ല. ഓക്കെ, അതുകൊണ്ട് നല്ല കുറുകിയ ഒരു അങ്ങനെ അതും റെഡി. പിന്നെ അടുത്ത ആൾ ഷിജു എന്ത് ചെയ്തു? വടപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഇഞ്ചി, ഉപ്പ്, പെരിഞ്ചീരകം കൊണ്ടിട്ട് അരച്ചെടുത്തു തരിതരിപ്പായിട്ട്. സവാള അരച്ചയിലാണോ സവാള? അത് അരച്ചെടുത്തിട്ടാണ് ഇതൊക്കെ ചേർത്തത്. അരച്ചെടുത്തിട്ടാണ് ഇതെല്ലാ കാര്യങ്ങളും ചേർത്തത് അല്ലേ? പച്ചമുളക്, ഇഞ്ചി, സവാള, കറിവേപ്പില. ഓ ശരി, ഓക്കെ. പെരിഞ്ചീരകം പക്ഷെ അരക്കുന്നതിൽ ചേർത്തു അല്ലേ? അത് അല്ലാതെ മുഴുവനോടെ ഇട്ടു. ഓ ശരി. ഇനി കുക്കിംഗ് പാർട്ട് ഇതിപ്പോൾ ഷെയർ ചെയ്താണ് ചെയ്തത്. ഓരോരുത്തരും ഓരോ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി കുക്കിംഗ് അവർ എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്യും. അപ്പോൾ ഞാൻ സത്യനോട് ചോദിക്കായിരുന്നു, ഇവർ 3 കുക്കിംഗ് എക്സ്പേർട്സ് അവർ ഷെഫിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ സത്യൻ വളരെ സിവിൽ ഡ്രസ്സിലാണ്. അപ്പോൾ സത്യൻ
കുക്കിംഗ് അല്ല സത്യൻ്റെ ഒരു മെയിനായിട്ടുള്ള താല്പര്യമുള്ള മേഖല. സത്യൻ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്, ഇവിടെ വന്നതിന് ശേഷം ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ് സത്യൻ പറയുന്നത്? ഏതൊക്കെ? കുട ഉണ്ടാക്കാൻ പഠിച്ചു, ലോഷൻ ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പോൾ ഇനി തിരിച്ച് സത്യൻ വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങുമോ? ഒരു ലോഷൻ മേക്കിംഗ്, കുട ഉണ്ടാക്കലോ എന്തെങ്കിലും, എന്നിട്ട് ഏതെങ്കിലും കടയായിട്ട് ടൈപ്പ് ചെയ്താൽ മതി. LED ബൾബ് ഉണ്ടാക്കാനും പഠിക്കാൻ പോകണം, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, അതും കൂടെ ചെയ്യുകയാണ് അല്ലേ. ഇതിലേതെങ്കിലും ഒരു സംവിധാനത്തിലേക്ക് പോകും അല്ലേ. വീട്ടിൽ ചെന്നിട്ട് സ്വന്തമായിട്ട് ചെയ്തിട്ട് ഏതെങ്കിലും കടക്കാരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവിടെ സപ്ലൈ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ എന്തായാലും സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊരു തോന്നലില്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ കുക്കിങ്ങിലേക്ക് കടക്കുകയാണ്. ഇനി ഇവർ മൂന്നുപേരും കൂടെ ചേർന്നാണ് ഇനി കുക്കിംഗ് എല്ലാം പാചകം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾ തുടങ്ങിക്കോ. എണ്ണ ചൂടായിട്ടുണ്ട്. മുട്ട ബജി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അത് ഗോപിക സ്പെഷ്യലാണ്. ഓക്കെ, പഴംപൊരി. ഓക്കെ, അപ്പം ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു കാര്യമാണോ സമീറ? ഏത്? പഴംപൊരി. പിന്നെ എന്തൊക്കെയാണ് ഏറ്റവും ഇഷ്ടത്തിന് ചെയ്യുന്നത്? പഴംപൊരിയും പരിപ്പുവട. ഒരാൾ പിന്നെ എന്താ പറയുക, മുട്ട ബജി ഉണ്ടാക്കി കഴിഞ്ഞു, അടുത്ത ആൾ പഴംപൊരിയിലേക്ക് പോയി. ഒരാൾ വെയിറ്റിങ്ങിലാണ് പരിപ്പുവട ഉണ്ടാക്കാനായിട്ട്. എനിക്ക് പരിപ്പുവടയും പഴംപൊരിയൊക്കെ ഇഷ്ടമുള്ളതാണ്. പൊതുവേ എനിക്ക് തോന്നുന്നു മലയാളികൾക്കെല്ലാം ഇഷ്ടമുള്ള പലഹാരമാണ്, 4 മണി പലഹാരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്തായാലും അടുത്ത ആളുടെ വിഭവം കഴിഞ്ഞിരിക്കുകയാണ് ഷമീറിൻ്റെ. ഇനി അടുത്ത ഷിജു വെയിറ്റിങ്ങിലാണ്. പരിപ്പോടെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ തിരക്ക് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറാൻ പോവാണ്. ഓക്കെ, ഷിജു ഇപ്പോൾ പരിപ്പോടയുടെ മേക്കിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ശരിക്കും ഷിജു നല്ലതായിട്ട് എന്താ പറയുക, ആസ് എ ഒരു പ്രൊഫഷണൽ ഷെഫിൻ്റെ എക്സ്പീരിയൻസ് പോലെ തന്നെ അത്രയും ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പരിപ്പോടയുടെ മേക്കിങ്ങിലേക്ക് കയറി കഴിഞ്ഞു. ഓരോന്നും കയ്യിലെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തി അതായത് ഷിജുവിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളിനെ പോലെയാണ്. ഫാസ്റ്റായിട്ടാണ് ഇങ്ങനെ തട്ടിയിട്ടത് പരിപ്പുവട. ഇനി അതൊന്ന് വറുത്തെടുക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ സാധാരണ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഒരു നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനോ മകളോ ആരെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഴ്ച കൊണ്ടോ ഒക്കെ അരയ്ക്ക് താഴോട്ട് ശക്തി നഷ്ടപ്പെടാം. അങ്ങനെ വരുമ്പോൾ നമ്മൾക്കൊരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്ന രീതിയായിരിക്കും. അപ്പോൾ അവർ പക്ഷേ നമ്മുടെ കാലം വരെ നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാൻ സാധിക്കും, അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും. പക്ഷേ അവരുടെ ഒരു കാലം കഴിഞ്ഞിട്ടും ജീവിക്കേണ്ട കുട്ടികളാണെങ്കിൽ പിന്നെ ആര് ചെയ്യും എന്നുള്ളൊരു വേവലാതി മാത്രമാണ് മനസ്സിൽ ബാക്കി നിൽക്കുന്നത്. അവർക്ക് അവരുടെ കാലം കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ആരുണ്ട്, അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. പക്ഷേ ആ ഒരു ആങ്സൈറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അങ്ങനെ ഒരു കുട്ടിയായിട്ട് മാറിക്കഴിഞ്ഞാൽ, ആ ഒരു കുഞ്ഞിനിങ്ങനെ ഒരു ഡിസേബിൾഡ് ആയിക്കഴിഞ്ഞാൽ അവരെ സെൽഫായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക, അങ്ങനെ വേണം ചെയ്യാൻ. നമ്മൾ ചെറിയ സപ്പോർട്ട് സിസ്റ്റം കൊടുത്തുകൊണ്ട് അവരെ പ്രാപ്തരാക്കുക, സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക. അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ അറിയാം വളരെ നന്നായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവർ സ്ഥിരമായി ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് ഇത് കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ റെസ്റ്റോറൻറ്റ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള തൽപര കക്ഷികളായിട്ടുള്ളവർ അല്ലെ, കുറച്ച് താല്പര്യം ഈ ഒരു മേഖലയിൽ പാചകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ താല്പര്യമുള്ള
വീൽ ചെയർ ബൗണ്ടായിട്ടുള്ള പേഷ്യൻസിനെല്ലാം ഒരു കൂട്ടായ്മയായിട്ട് നിങ്ങളുടെ കൂടെ സഹകരിച്ച് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം അല്ലേ? അങ്ങനെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അവരുടെ 3 ഐറ്റംസും റെഡിയായി കഴിഞ്ഞു. മുട്ട ബജി, പഴംപൊരി, പിന്നെന്താ പരിപ്പ് വട. ഇത്തരം കാഴ്ചകൾ നമ്മൾക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് വേദനകൾക്കൊപ്പം ഈ വേദനയിൽ നിന്നും തിരിച്ച് കയറി വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ പാലിയം ഇന്ത്യ എന്ന് പറയുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ സേവനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പം ഇപ്പോൾ കേരളത്തിൽ ഇതുപോലെ അരയ്ക്ക് താഴോട്ട് പാരലൈസ്ഡ് ആയിട്ട് വീൽ ചെയർ ബൗണ്ടായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാലിയം ഇന്ത്യയെക്കുറിച്ച് അന്വേഷിക്കുക. അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് കൂടിയാണിത്. ഇത് ട്രിവാൻഡ്രത്തുള്ളൊരു സ്ഥാപനമാണ്. അരുമന ഹോസ്പിറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ വന്ന് ഇവിടെ 1-2 മാസം താമസിച്ച് നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ്ങും നിങ്ങൾക്ക് വേണ്ട കെയറും സംരക്ഷണവും കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെയും കൂടെ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ട് എല്ലാവർക്കും കൂടി താമസിച്ച് ഈ പരിശീലനങ്ങളെല്ലാം നേടി മാനസികവും ശാരീരികവുമായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി തന്നെ തിരിച്ച് വീടുകളിലേക്ക് പോയിട്ട് ആ രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന ആൾക്കാർ, എനിക്ക് ചുറ്റും ഇരിക്കുന്ന എല്ലാവരും. അപ്പോൾ ഇവരെ നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കരുതണം. നമ്മളും എല്ലാം അവരുടെ ഭാഗമാണ്. നമ്മൾക്കും ഈ ഒരു അവസ്ഥയിലൂടെ എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാവുന്ന ആൾക്കാരാണെന്നൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവണം. ഇപ്പോൾ റിസർവേഷൻ പോളിസീസൊക്കെ ധാരാളമായിട്ടുണ്ട്. നമുക്ക് ജാതി അടിസ്ഥാനത്തിൽ റിസർവേഷൻ ഉണ്ട്, ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവേഷൻസ് ഉണ്ടാകാം. പക്ഷേ ഹാൻഡിക്യാപ്സിനും ഒരുപാട് റിസർവേഷൻസ് ഉണ്ട്. ജോലി സാധ്യതകളൊക്കെ, ഗവൺമെൻറ് ജോബ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഗവൺമെൻറ്റിലൊക്കെ അല്ലാതെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും ഏതൊരു മേഖലയിലും അവർക്ക് റിസർവേഷൻ, എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലാണെങ്കിലും റിസർവേഷൻ, റോഡിൽ നടന്നു പോകുന്ന കാര്യത്തിലാണെങ്കിൽ അവർക്കൊരു കരുതൽ, അതിന് വേണ്ടിയിട്ടുള്ള പേവ്മെൻറ്റ്സ് അല്ലെങ്കിൽ വഴി നടപ്പാതകൾ ഈ എന്താ പറയുക വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയധികം കുറവാണ്. അതിലേക്കൊരു എല്ലാവരുടെയും അധികൃതരുടെയും പൊതുജനത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും കണ്ണു തുറക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ആഗ്രഹിക്കാം. അപ്പോൾ ഇതിന് ഈ പാലിയം ഇന്ത്യ ചെയ്യുന്ന ഒരുപാട് നല്ലൊരു സേവനമാണ്. ഇവിടുത്തെ ഡോക്ടേഴ്സ്, ഇവിടുത്തെ നഴ്സുമാരായിട്ടുള്ള സിസ്റ്റേഴ്സ്, പിന്നെ ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് ഇതര സംഘടനകൾ, വ്യക്തികൾ, വോളണ്ടിയർ ചെയ്ത് വരുന്ന ആൾക്കാർ ഒരു കാര്യവും മനസ്സിൽ ആഗ്രഹിച്ചിട്ട് വരുന്നതല്ല, പ്യുവർലി വോളണ്ടിയർഡ് ജോബാണ്. അവരെല്ലാം സേവനം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത്. നല്ല നല്ല കുറേ ഓർമ്മകളും നല്ല പോസിറ്റീവായിട്ടുള്ളൊരു എനർജി. അപ്പോൾ നിങ്ങളെല്ലാം വളരെ ഹാപ്പിയാണല്ലോ അല്ലേ? നിങ്ങൾ ആ ഒരു സന്തോഷം നമ്മളിലേക്ക് പകർന്നു തരാണ്, അതിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത്തരം ആൾക്കാരെ കണ്ട് നിങ്ങൾക്ക് പ്രചോദനം ഉണ്ടാകട്ടെ. ഇതുപോലെ വീൽ ചെയറിലിരിക്കുന്ന മറ്റു ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഇതൊരു പ്രചോദനമായി മാറട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ഓക്കെ, താങ്ക് യു. ഇനിയും കാണാം. നിങ്ങൾ ഭയങ്കര സക്സസ്ഫുൾ ആവട്ടെ. ആയി കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒന്ന് വിളിക്കുക. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്ത് വരും. നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പോൾ നമ്മൾ പാലിയം ഇന്ത്യയുടെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലിയം ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാരും ഇവിടെ നിന്ന് പോയ ആൾക്കാരും ഇവിടുത്തെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവരുടെ സേവനം വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന ആൾക്കാർ. അപ്പോൾ ഇവിടെ മറ്റൊരാളുണ്ട്, അതിൻ്റെ ഭാഗമാണ് മിസ്റ്റർ ജ്യോതികുമാർ അല്ലേ? അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കഥയും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഞാൻ ബിൽഡിംഗ് ഡിസൈനർ ആയിരുന്നു. ബിൽഡിങ്ങിൻ്റെ ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് 2ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണ് നട്ടല് ക്ഷതമേൽക്ക്. അതിനുശേഷം ഒരു 3 വർഷത്തോളം ഫാമിലി ഒപ്പം ജീവിച്ചു. മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അവരുടെ ഒപ്പം ആയിരുന്നു. അതിന് ട്രീറ്റ്മെന്റ് അർത്ഥം ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു. അത് ഓപ്പറേഷൻ വേണ്ടി വന്നു. 10-11 ഓപ്പറേഷൻ. നെഞ്ചിന്റെ താഴോട്ട് ഇനി ഭാഗം കീറി മുറിക്കാൻ ഇനി ബാക്കിയില്ലെന്ന് തന്നെ ഞാൻ പറയാം. 2 കാലും തളർന്നു, അരയ്ക്ക് താഴോട്ട് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആണ്. എനിക്ക് ഈ 2 കൈ കൊണ്ട് മാത്രമേ, 2 കൈയും എൻ്റെ തലയും കൊണ്ട് മാത്രമേ എന്ത് കാര്യം ചെയ്യാൻ പറ്റൂ. ദൈവം എനിക്ക് ഒരുപാട് കഴിവുകൾ തന്നു. അത്യാവശ്യം കവിത എഴുതാൻ ഈ വർഷത്തെ സംസ്ഥാന പുരസ്കാരം, ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന പുരസ്കാരം എനിക്ക് കവിതകൾക്ക്, പുസ്തക രചനയ്ക്ക് എനിക്ക് ലഭിച്ചു. ചിത്രരചനയ്ക്ക് ഒരുപാട് പേര് അംഗീകരിക്കുകയും അതിനോട് പ്രശസ്തി അത് ലഭിക്കുകയും ചെയ്തു. പാലിയം ഇന്ത്യയിൽ വന്നത് 5 വർഷങ്ങൾക്ക് മുമ്പാണ്. 5 വർഷങ്ങൾക്ക് മുമ്പേ ചികിത്സയ്ക്കൊന്നും വേറെ സാമ്പത്തിക സഹായവും എൻ്റെ മുന്നോട്ടുള്ള ജീവിത രീതിക്ക് വളരെയധികം പ്രയാസം വരുമ്പോൾ PMRലെ ശ്രീകല മേഡത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ചെഷയർ ഹോമിൽ എത്തപ്പെട്ടു. അങ്ങനെ ഞാനും ഞങ്ങളുടെ
ഈ സഹയാത്രികരായിട്ട് സമീർ ഞാനും ഒരുമിച്ച് ഈ ചെഷർ ഹോമിലായിരിക്കും. പാലിയ ഇന്ത്യയിൽ സമീറിനെ കാണാൻ വന്ന ഞങ്ങളുടെ നമ്മുടെ വാളണ്ടിയേഴ്സ് ബന്ധപ്പെട്ട സാറുമാരെല്ലാവരും കൂടി അവിടെ വരെയും കാണുകയും പിന്നെ എല്ലാ കാര്യങ്ങളിലും പാലിയ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളിലും എന്നെ സഹകരിക്കുകയും ട്രെയിനിങ് എല്ലാം താങ്കൾക്കും കിട്ടി, എനിക്കും കിട്ടും. അതുകൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ്. ഇദ്ദേഹം ഇപ്പോഴും ആർട്ട് വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു പെയിന്റിംഗ് ആൻഡ് ആർട്ട് വർക്ക് സ്കൂള് അല്ലേ, ശ്രീകല ചിത്രരചന സെന്റർ നിറമൺകുഴി ബാലരാമപുരത്തിനടുത്ത് ഇദ്ദേഹം ഒരു ചിത്രരചന സെന്റർ തന്നെ തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടാക്കി അതിൻ്റെ ഒരു ഡയറക്ടർ പോലെ ഇരുന്നിട്ട് എല്ലാവർക്കും ചിത്രരചനയിൽ ട്രെയിനിങ് കൊടുക്കാം. കുടുംബമൊന്നും ഇപ്പൊ കൂടെ ഇല്ല, കുടുംബമല്ല, ആരുമില്ല. ഞാൻ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഉദാഹരണത്തിന് എന്നെ പോലെ ഉള്ളവർക്ക് ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞ അകത്തളങ്ങളിൽ തന്നെ കഴിയുന്നവരാണ് കൂടുതൽ. എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനല്ല. എനിക്ക് എന്തും കഴിയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു ചാടുന്ന ഒരു സ്വഭാവക്കാരനാണ്. അത് എല്ലാവർക്കും അവർ പറയും അവിടെ ഇരിക്കട, അല്ലെ വയ്യാത്ത ആളല്ലേ, സുഖമില്ലാത്ത ആളല്ലേ, നീ എന്തിനാ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അത് എനിക്കേ ചെയ്യാൻ കഴിയുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്യും. അത് പലപ്പോഴും പലർക്കും വിഷമം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും അസാധ്യമൊന്നുമല്ല. നമ്മളെപ്പോലെ അരയ്ക്ക് താഴോട്ട് തളർന്നുവെന്നോ അല്ലെങ്കിൽ വേറൊരു രോഗമെന്ന് പറയുന്നത് നമ്മളൊരിക്കലും തളർത്തില്ല. നമ്മുടെ മനസ്സ് മാത്രം തളരായിരുന്നാൽ മതി. പിന്നെ പാലിയേറ്റീവ് കെയറിലെ സഹപ്രവർത്തകരുണ്ടെങ്കിൽ, അതായത് ഞങ്ങളുടെ ആപ്തവാക്യം തന്നെയാണ്, പാലി ഇന്ത്യയുടെ ആപ്തവാക്യം തന്നെ ഞങ്ങളുമുണ്ട് നിങ്ങളോട് കൂടെ എന്നാണ്. നിങ്ങളുടെ കൂടെ, എൻ്റെ കൂടെ. അവർ വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തിയിലാണ് കൂടെ ഉള്ളത്. എന്തായാലും വളരെ സന്തോഷം. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരു ശുഭാപ്തി വിശ്വാസവും കാര്യങ്ങളും മുന്നോട്ട് ഉള്ള യാത്രയിലേക്ക് ആൾക്കാരിലെ ഒരു പ്രചോദനമാകുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ ഇതും നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഭാഗമാണ്. ഈ ഒരു പോസിറ്റീവായിട്ടുള്ള വിവരങ്ങളും ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്ത കാര്യങ്ങളും. സന്തോഷം.